ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ പ്ലാന്റിലെത്തുന്ന കാട്ടാനകളുടെ പ്രധാന ഭക്ഷണം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. കാട്ടാനകൾ സ്ഥിരമായി ഭക്ഷിക്കുന്നത് ആനകളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ഇത് തടയാൻ വനംവകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നുമില്ല. രണ്ട് ഒറ്റക്കൊമ്പൻ കാട്ടാനകളും പടയപ്പയുമാണ് സ്ഥിരമായി കല്ലാർ മാലിന്യ പ്ലാന്റിലെത്തുന്നത്. ഒറ്റക്കൊമ്പൻ കാട്ടാനകൾ പ്രദേശത്ത് സ്ഥിരമായി തമ്പടിക്കാറുമുണ്ട്. കുമിഞ്ഞുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കാട്ടാനകൾ സ്ഥിരമായി ഭക്ഷിക്കുന്നത്. കുട്ടികൾ ഉപയോഗിക്കുന്ന ഡയപ്പറുകൾ വരെ കാട്ടാനകൾ വയറ്റിലാക്കുന്നവയിൽ പെടുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ദഹിക്കാതെ വരുന്നതോടെ കാട്ടാനകൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പതിവായി പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്നത് ഇവയുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും. കാട്ടാനകൾ അക്രമാസക്തരാകുന്നതിനും ഇത് കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ ജനവാസ മേഖലയിൽ അതിക്രമങ്ങൾ നടത്തുന്നത് ഇതുമൂലമാകാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ എല്ലാം മനസ്സിലാക്കിയിട്ടും കാട്ടാനകൾ മാലിന്യ പ്ലാന്റിലേക്ക് എത്തുന്നത് തടയാൻ വനംവകുപ്പോ ഗ്രാമപഞ്ചായത്തോ തയ്യാറാകുന്നില്ല. പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യത്തോട് പഞ്ചായത്ത് മുഖം തിരിച്ചു നിൽക്കുന്നു. കാട്ടാനകൾ പ്രദേശത്തേക്ക് കടന്നു വരാതിരിക്കാൻ പ്രതിരോധ വേലികൾ സ്ഥാപിക്കണമെന്ന കാലങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യം വനംവകുപ്പും ചെവിക്കൊള്ളുന്നില്ല. കാട്ടാനകൾ ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് എത്താതിരിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് അടിയന്തരമായി സ്വീകരിക്കേണ്ടതായുണ്ട്. ഇല്ലെങ്കിൽ ദുരന്തം അനുഭവിക്കേണ്ടി വരിക സാധാരണക്കാരായ ജനങ്ങളും വിശപ്പടക്കാൻ മാത്രമേ മാലിന്യ കൂമ്പാരത്തിലെത്തുന്ന കാട്ടാനകളുമാവും. സുബിൻ തോമസ്, ജനം, ഇടുക്കി.